ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വാഴക്ക ചിപ്സാണ്. നമുക്ക് സദ്യയിൽ ഒഴിവാക്കാനാവാത്ത, അതുപോലെ തന്നെ നമ്മളെല്ലാവരും വെറുതെ ഇരിക്കുമ്പം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ബനാന ചിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, തണുത്തു പോയാലും കുതിർന്നു പോകാത്ത തരത്തിലുള്ള നല്ല അടിപൊളി ബനാന ചിപ്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ബനാന ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ അളവിൽ ഏത്തവാഴയ്ക്കാണ് എടുത്തിട്ടുള്ളത്. 5 വാഴയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഈ വാഴയ്ക്കയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 1 സ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളമാണിത്. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വാഴയ്ക്കയുടെ തൊലി കളയാനായിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വാഴയ്ക്കന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ വാഴയ്ക്ക തൊലി പൊളിക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ ഒരല്പം എണ്ണ നന്നായിട്ടൊന്ന് തടവിയതിന് ശേഷം നമ്മൾ വാഴയ്ക്ക പൊളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ കറയാവാതിരിക്കും. ഇനി നമുക്ക് ഈ വാഴയ്ക്കയുടെ 2 സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് വാഴയ്ക്ക കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇതുപോലെ തൊലിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വാഴയ്ക്ക കട്ടായി പോവാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഈ വാഴയ്ക്കയുടെ തൊലി ഒന്ന് പൊളിച്ച് എടുക്കാം. നമ്മൾ വാഴയ്ക്ക തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ വാഴയ്ക്ക നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പുവെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ വാഴയ്ക്കയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് തോരനൊക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു വാഴയ്ക്ക ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള 4 വാഴയ്ക്കയും കൂടെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം. നമ്മളിതുപോലെ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് വാഴയ്ക്കയുടെ കറയൊക്കെ തന്നെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ തന്നെ വാഴയ്ക്കയുടെ പുറം ഭാഗത്തൊന്നും ആ ഒരു നീല കളറിൽ കറ വരാതിരിക്കും. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച് എടുക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാ വാഴയ്ക്കയും ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്നുകിൽ നമുക്ക് കത്തി വെച്ചിട്ട് കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ലൈസറോ ഗ്രേറ്ററോ വെച്ചിട്ട് കനം കുറച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ വാഴയ്ക്ക എല്ലാം തന്നെ ഈ സ്ലൈസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ കടയിലൊക്കെ ചെയ്തെടുക്കുന്ന പോലെ എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്ത് ഇട്ടും ചെയ്യാവുന്നതാണ്. നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കനം കുറഞ്ഞു പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കനത്തിൽ വരാനും പാടില്ല. ഈ ഒരു രീതിക്ക് വേണം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ 5 വാഴയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ അതിലേക്ക് മുമ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യുമ്പം ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് അളവിൽ വെള്ളം ഒരു ബൗളിലേക്കൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കി മാറ്റി വയ്ക്കാം. ഇതിന് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കടയിലൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരല്പം എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാനൊരല്പം എണ്ണ മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കുറേശ്ശെ മാത്രമേ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. കുറച്ചധികം ടൈം നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ എണ്ണയുടെ വില അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണയിൽ കുറച്ചധികം സമയം എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് വാഴയ്ക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എണ്ണ പുറത്തേക്ക് തെറിക്കാതിരിക്കും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഉപ്പ് ആദ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴയ്ക്ക് കുറച്ചൊന്ന് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എണ്ണ ഇതുപോലെ പതഞ്ഞും വരണം. ഈ ഒരു രീതിക്ക് എണ്ണ ചൂടായതിനു ശേഷം വേണം നമ്മൾ വാഴയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വാഴയ്ക്ക ചേർത്ത് എണ്ണയുടെ പതയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോയിലോട്ടോ അല്ലെങ്കിൽ മീഡിയത്തിലോട്ടോ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഉപ്പുവെള്ളം ഒരു 2 ടീസ്പൂൺ അളവിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. എണ്ണയുടെ പത നല്ലതുപോലെ ഒന്ന് കുറഞ്ഞു വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന പരുവത്തിലാവുമ്പോഴത്തേക്കും വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് തണുത്താലും കുതിർന്നു പോകാത്ത രീതിക്കുള്ള ചിപ്സായിട്ട് കിട്ടുകയുള്ളൂ.
നമ്മളിത് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ കിലുങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ആ ഒരു പരുവം വരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലതുപോലെ ഒരു സൗണ്ട് കേൾക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബാച്ച് വാഴയ്ക്കയും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ചെയ്ത് തീർക്കാനായിട്ട്. ഇപ്പം ഞാൻ എല്ലാ വാഴയ്ക്കയും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ഓണത്തിന് കടയിൽ നിന്ന് ആരും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബനാന ചിപ്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.